ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. മുരുക ഭഗവാന്റെ പ്രിയപ്പെട്ട വഴിപാടാണ് കാവടി. കാവടി എങ്ങനെയാണ് മുരുക ഭഗവാന്റെ പ്രിയപ്പെട്ട വഴിപാടായി മാറിയത് എന്ന കഥ അറിയാമോ? ഒരിക്കൽ അഗസ്ത്യമുനി മഹാദേവനെ കാണുവാനായിട്ട് കൈലാസത്തിലെത്തി. തിരികെ പോകുമ്പോൾ കൈലാസത്തിൽ നിന്ന് 2 പർവ്വതങ്ങൾ കൂടി കൊണ്ടുപോകണമെന്ന് അഗസ്ത്യമുനി ആഗ്രഹിച്ചു. അങ്ങനെ അഗസ്ത്യമുനി തൻ്റെ ആഗ്രഹം മഹാദേവനെ അറിയിച്ചു. മഹാദേവന്റെ സമ്മതപ്രകാരം ശിവഗിരി കുന്ന്, ശക്തിഗിരി കുന്ന് എന്നീ 2 പർവ്വതങ്ങൾ തൻ്റെ ആശ്രിതനായ ഹിഡുംബൻ എന്ന അസുരന്റെ ചുമലിലേറ്റി അവർ 2 പേരും അവിടെ നിന്നും യാത്രയായി. യാത്രാമധ്യേ പഴനി എത്തിയപ്പോൾ ക്ഷീണം തോന്നിയ ഹിഡുംബൻ ആ 2 മലകളും താഴെ ഇറക്കി വെച്ച് വിശ്രമിച്ചു. വിശ്രമമെല്ലാം അവസാനിപ്പിച്ച് ഹിഡുംബൻ ആ 2 മലകളും ഉയർത്താൻ നോക്കിയപ്പോൾ അത് മണ്ണിൽ ഉറച്ചുപോയിരിക്കുന്നതായി കണ്ടു. എത്ര ശ്രമിച്ചിട്ടും ഹിഡുംബന് ആ 2 മലകളും മണ്ണിൽ നിന്നും ഉയർത്താൻ സാധിച്ചില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ചുറ്റും നോക്കിയപ്പോൾ ഹിഡുംബൻ കണ്ടത് ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു ദണ്ഡുമായി നിൽക്കുന്ന ഒരു ബാലനെയാണ്. ഇത് എൻ്റെ മലയാണെന്ന് ആ ബാലൻ ഹിഡുംബനോട് പറഞ്ഞു. എന്നാൽ ഹിഡുംബൻ ഇതിന് സമ്മതിച്ചില്ല. അങ്ങനെ ഇരുവരും വലിയൊരു യുദ്ധത്തിൽ ഏർപ്പെട്ടു. യുദ്ധത്തിൻ്റെ അവസാനം ആ ബാലൻ ഹിഡുംബനെ വധിച്ചു. അപ്പോൾ അവിടേക്ക് ഇത് കണ്ടുവന്ന അഗസ്ത്യമുനി ആ ബാലൻ മുരുക ഭഗവാനാണെന്ന് തിരിച്ചറിഞ്ഞു. അഗസ്ത്യമുനി മുരുക ഭഗവാനെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ അഗസ്ത്യമുനിയുടെ ആവശ്യപ്രകാരം മുരുക ഭഗവാൻ ഹിഡുംബന് പുനർജീവൻ നൽകി. അങ്ങനെ ജീവൻ ലഭിച്ച ഹിഡുംബന് തൻ്റെ തെറ്റു മനസ്സിലായി. മുരുക ഭഗവാനോട് മാപ്പ് അപേക്ഷിച്ചു. ഇതുകൂടാതെ താൻ മലകൾ ചുമന്നു വന്നതുപോലെ പൂജാദ്രവ്യങ്ങൾ കാവടിയിൽ കെട്ടി കൊണ്ടുവരുന്ന ഭക്തരെ അനുഗ്രഹിക്കണമെന്നും തന്നെ ദ്വാരപാലകനാക്കണമെന്നും ഹിഡുംബൻ മുരുക ഭഗവാനോട് അപേക്ഷിച്ചു. അന്നു മുതലാണ് മുരുക ക്ഷേത്രങ്ങളിൽ കാവടി എടുക്കാൻ തുടങ്ങിയത്. കാവടിയിൽ കൊണ്ടുപോകുന്ന ദ്രവ്യത്തെ അടിസ്ഥാനമാക്കി പലതരത്തിലുള്ള കാവടികളുണ്ട്. ഭസ്മക്കാവടി, പാൽക്കാവടി, കർപ്പൂരക്കാവടി, കളഭക്കാവടി എന്നിവ പ്രധാനമാണ്. ഇതാണ് ഇന്നത്തെ കഥ. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.